നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത്? അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഡെഫിനിറ്റ്ലി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറവായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ തന്നെ ചിന്തിക്കുന്നത് ഒരു മാറ്റമാണ്. ഈ റിലേഷൻഷിപ്പിലെ ഈ കറന്റ് സിറ്റുവേഷനിൽ ഒരു മാറ്റം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഈ ഒരു സമയത്ത് അവർക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവാണ്. ദാറ്റ് മീൻസ് ഡെഫിനിറ്റ്ലി ഈ ഒരു സെപ്പറേഷന്റെ മെയിൻ റീസൺ തന്നെ ഈ വ്യക്തി തന്നെയായിരിക്കാം. ഈ വ്യക്തിയായിട്ട് ചെയ്തു പോയ അല്ലെങ്കിൽ വളരെ ഇമ്മച്വർ ആയിട്ടുള്ള അവരുടെ ഒരു ബിഹേവിയറിൽ ഈ റിലേഷൻഷിപ്പ് ഇത്രയും ഒരു സ്റ്റക്നെസ്സിലേക്ക് പോയത് അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. യെസ്, ഈ ഒരു സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ കമ്പാരിസൺ ചെയ്ത് നോക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അവര് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം ലൈഫിൽ പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു, അത്രയും ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു ശൂന്യത പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ഒറ്റപ്പെട്ടു പോയി, തികച്ചും അവർ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയത് പോലുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ. യെസ്, യെസ്, ഡെഫിനറ്റ്ലി അവര് ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. അതിന്റെ പേരിൽ അവർ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു കോൺഷ്യസ്നെസ്, അതായത് കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യണം എന്നൊക്കെ അവർ ഡിസിഷൻ എടുക്കുന്നുണ്ട്. ആൻഡ് യെസ്, റിപ്പീറ്റ് ആയിട്ട് അവര് ചെയ്തു പോയ, അല്ലെങ്കിൽ അവര് പറഞ്ഞു പോയ വേർഡ്സ് ഒക്കെ അവരിങ്ങനെ ചിന്തിക്കുകയാണ്. നിങ്ങളോട് ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളോട് അവരൊരു ജസ്റ്റിസ് നൽകിയിട്ടില്ല എന്നൊക്കെയുള്ള അമിതമായിട്ടുള്ള ചിന്ത ഈ വ്യക്തിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അവർക്ക് ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ഓക്കെ. സാഹചര്യങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ട് അവരുടെ ലൈഫിലുണ്ട്. പക്ഷേ അവർക്കറിയാം ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിച്ച് ചേരും എന്നുള്ളതിന്റെ ഉറച്ചതായിട്ടുള്ള വിശ്വാസം ഈ വ്യക്തിയിലുണ്ട്. ഓക്കെ. അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഇത്രയും ഡിസ്റ്റൻസിലാണെങ്കിലും ആ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു കോൺഷ്യസ്നെസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ. യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വലിയ മാറ്റം ഈ വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരണം എന്നും, ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ആൻഡ് യെസ്, തീർച്ചയായിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങളോട് അവർ ഫൈറ്റ് ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. ഏതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. യെസ്, അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു ശൂന്യത ഫീൽ ചെയ്യാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ലൈഫാണ് ഏറ്റവും ബെറ്റർ എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു. അതാണ് ഈ ഒരു ടോട്ടൽ റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി. അതായത് അവർ കമ്പാരിസൺ ചെയ്യാണ്. അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനും അവരിപ്പോൾ ഒറ്റപ്പെട്ടു പോയ ആ ഒരു സിറ്റുവേഷനും തമ്മിൽ അവർ കമ്പയർ ചെയ്യാണ്. ഓക്കെ. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ, അതിനെക്കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ഈ നിമിഷം ചിന്തിക്കുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമാണ്. ഓക്കെ. അതുകൊണ്ട് ഇപ്പോൾ തികച്ചും ആ വ്യക്തി ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെടലിൽ അവർ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ലെസൺസ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസോട് കൂടി അവർ വളരെ പോസിറ്റീവായിട്ട് തന്നെ വിശ്വസിക്കുകയാണ് ഈ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്റ്റക്നെസ് മാറ്റം ഉണ്ടാവും എന്ന്. ഓക്കെ. എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു. ഓക്കെ. അവർ ഒരുപാട് മ്യൂസിക് ഒക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ
മ്യൂസിക്കുമായിട്ടൊക്കെ കണക്ഷൻസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം. അതുകൊണ്ട് എപ്പോഴും അവര് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് എപ്പോഴും അവര് മ്യൂസിക് കേൾക്കുന്നുണ്ടാവാം. ആൻഡ് I hope the future will bring us together because I love you more than you know. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളത്. അതുകൊണ്ട് അവർ നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് എന്ന് പറയാണ്. ഐ റിഗ്രറ്റ്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ റീഡിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. അവർ റിഗ്രറ്റ് ചെയ്യാണ് ഈ ഒരു സമയത്ത്. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഒരു റീസൺ ആയത്. ഐ ഫീൽ ഡീപ്പ് ലവ് ആൻഡ് കണക്ഷൻ വിത്ത് യു. ഐ മിസ് യു ഡിയർ. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ളൊരു പ്രണയം തോന്നുന്നു. ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു. അത്രയും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഓക്കെ, ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ. ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അവരുടെ വേദനകളെ എപ്പോഴും ഹൈഡ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് അവരെ മനസ്സിലാക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ. ഒരുപാട് ആത്മബന്ധം തോന്നുന്ന ഒരു സമയമാണ് ആ വ്യക്തിക്ക്. ആൻഡ് ഐ ലവ് യു, ഐ വിൽ ടെക്സ്റ്റ് യു. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ള ചാൻസസ് ആണ്. മേ ബി ഈ റീഡിംഗ് കാണുന്ന നേരത്തോ അല്ലെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷമോ ഈ വ്യക്തിയിൽ നിന്നും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ലഭിക്കാനുള്ളൊരു ചാൻസസ് കാണുന്നുണ്ട്. ആൻഡ് ഐ നോ യു മിസ് മീ. ഐ ആം ഇൻകംപ്ലീറ്റ് വിതൗട്ട് യു. നിങ്ങളും അവരെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്കറിയാം. അവരുടെ ലൈഫിൽ ഒരു പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു. ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അവർക്ക് ഇപ്പോഴും അവർക്ക് ഉണ്ടാവുന്നത്. ആൻഡ് അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. ആൻഡ് ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളില്ലാണ്ട് അവർക്ക് ഈ ഒരു സാഹചര്യം മറികടക്കാൻ കഴിയില്ല. ആൻഡ് ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ഡു ലവ് യു. ഓക്കെ, അവരുടെ ഫീലിങ്സോ അവരുടെ വേദനയോ ഒന്നും നിങ്ങളോട് അവർക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അവർ നിങ്ങളോട് പറയാണ്, അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി തിങ്കിങ് അബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത്, അവർക്കൊരു സന്തോഷം ഉണ്ടാവുന്നത്. അവരുടെ ലൈഫിലെ ഹാപ്പിനെസ് എല്ലാം നിങ്ങളാണ് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്.